വാഴൂർ സോമൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വാഴൂർ സോമൻ, എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായതായി മനസ്സിലാക്കുന്നത്? എന്താണ് അതിന് ഈ ആദിവാസികളും ഒപ്പം ബന്ധുക്കളും ഒക്കെ എന്താണ് പറയുന്നത്? മരിച്ച സീത, ഭർത്താവ് ബിനു, കുട്ടികൾ ഇവർ മലമ്പണ്ടാരം ഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവര് വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ടാണ് മീൻമുട്ടിയിൽ പോയത്. അവിടെ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സീത മരണപ്പെട്ടു. ഭർത്താവ് ബിനുവിന് ഗുരുതരമായ പരിക്കേറ്റെങ്കിലും ഭർത്താവും മക്കളും ചേർന്ന് ഒരുവിധം ബോഡിയെടുത്ത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബിനുവിനെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ സമാനമായ ഒരു സംഭവം വണ്ടിപ്പെരിയാറിൽ മൗണ്ട് എസ്റ്റേറ്റിലുണ്ടായി. അവിടെ അന്തോനി എന്ന് പറയുന്ന 60 വയസ്സുള്ള ആളിനെ കാട്ടാന തുമ്പിക്കൈക്ക് അടിച്ച് ഗുരുതരമായ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ 2 വ്യത്യസ്ത സംഭവങ്ങളാണ് ഇന്നേ ദിവസം പീരുമേട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിരന്തരം ഈ വന്യജീവികളുടെ ആക്രമണം ആ മേഖലയിൽ നടക്കുന്നു. വനം വകുപ്പിന്റെ അനാസ്ഥയാണോ ഈ ആക്രമണങ്ങളുടെ തുടർച്ചയ്ക്ക് കാരണം? അനാസ്ഥയാണോ എന്ന് ചോദിച്ചാൽ പ്രിവെൻഷൻ നടപടികൾ വേണ്ടവണ്ണം ചെയ്യാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPM പ്രവർത്തകരടക്കം ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നും കൂടി മനസ്സിലാക്കുന്നു. തീർച്ചയായും ഈ രണ്ടുപേർക്കും അടിയന്തര ചികിത്സാ ധനസഹായം എത്തിക്കാൻ വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ട സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ആക്രമണങ്ങൾ പതിവാകുന്ന സ്ഥിതിക്ക് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വേഗത്തിലുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ MLA നടത്തിയോ? ഞങ്ങള് കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്നുണ്ട്. തോട്ടാപ്പര ഭാഗം ഇവർ താമസിക്കുന്ന വീടിന്റെ അവിടുന്ന് തോട്ടാപ്പരയിൽ നിന്ന് വളഞ്ഞാങ്ങാനത്തേക്കുള്ള ആ റോഡ് തുറന്നു കൊടുത്ത് തെക്ക് ഭാഗത്ത് വേലി നിർമ്മിച്ചാൽ പീരുമേട് പ്രദേശത്തെ വന്യമൃഗ ശല്യം ഒഴിവാക്കുവാൻ കഴിയുമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്ലാക്കത്തട ഉന്നതിയിലെ ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണ് ഇത്. അത് കുറെ കാലമായി വനം വകുപ്പ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ മുൻപാകെ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ കോട്ടയം DFO അതിന് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം അവശേഷിക്കുകയാണ്. ശരി, നന്ദി ശ്രീ വാഴൂർ സോമൻ പ്രതികരിച്ചതിന്.